ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന 2 റിഫ്രഷിംഗ് ജ്യൂസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ 2 തരം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ടൈപ്പിൽ. അപ്പം നിങ്ങളുടെ കയ്യിൽ ജ്യൂസിൻ്റെ ഗ്രേപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് ഞാനൊരു 8 ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി. കണ്ടോ, ഇത്രയും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് സോഡയാണ്, അതുപോലെ തന്നെ പാകത്തിനുള്ള പഞ്ചസാര. പിന്നെ ഞാൻ ഒരു ജ്യൂസിൽ പൈനാപ്പിളും ചേർക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പൈനാപ്പിൾ ഞാൻ പഞ്ചസാര ചേർത്ത് അടിച്ച്, ഒട്ടും വെള്ളം ചേർക്കത്തില്ല കേട്ടോ, അരിച്ചെടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. പൈനാപ്പിൾ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുക്കണം. ഈ ജാറിലേക്ക് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും ഗ്രേപ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ 2 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാണ് ഒഴിച്ചെടുക്കുന്നതെന്ന് നോക്കാം. 2 ഗ്ലാസ് എടുക്കണം. ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഈ ഗ്രേപ്പും നാരങ്ങ ഇഞ്ചിയും കൂടി ഇട്ടടിച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ ഇങ്ങനെ ഇതിന്റെ മീതെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇതാണ് നമ്മളുടെ ഒരു ജ്യൂസ്. അടുത്ത ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു 1/4 ഭാഗം സോഡ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമ്മൾ ഈ പൈനാപ്പിൾ അടിച്ചിരിക്കുന്നില്ലേ, അതൊന്ന് ഇളക്കിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 2 റിഫ്രഷിംഗ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.